ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് അസ്മാബിനെ കാണാനാണ്. അസ്മാബിക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. അസ്മാബിക്ക് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ്, വേറെ യാതൊരു പ്രശ്നമില്ല, ആൾ സ്മാർട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്തണം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. ആ കാണുന്നതാണ് അസ്മാബിൻ്റെ തറവാട്. ഇത് അനുജൻ്റെ വീടാണ് കേട്ടോ. ഇവിടെയാണ് അസ്മാബി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം. ഇത് ഏട്ടനാണ് കേട്ടോ. ഇക്ക അസ്സലാമു അലൈക്കും. ആ, നിങ്ങൾ അസ്മാബിൻ്റെ ഏട്ടനാ? അതെ. എന്നാ ഉള്ളിൽ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അസ്മാബി. അസ്മാബി സൈൻ ലാംഗ്വേജ് ആണോ? ചുണ്ടിൻ്റെ ഇതൊക്കെ മനസ്സിലാവുമോ? മനസ്സിലാവും. ആ, ആംഗ്യ ഭാഷ അറിയോ? സ്കൂളിൽ പോയിട്ടുള്ള ആംഗ്യ ഭാഷയാണോ അല്ലെ നിങ്ങളതായിട്ടുള്ളൊരു? ഞങ്ങളതായിട്ടില്ല. അങ്ങനെ ശരിക്കുള്ള സൈൻ ലാംഗ്വേജ് അല്ല അല്ലേ? അല്ല, കുറച്ചൊരു സ്കൂൾ 3 വരെ പോയിരുന്നു. അവിടെ എത്ര വരെ അവൾ പഠിച്ചേ? 7 വരെയാ? പറഞ്ഞ കുഴപ്പമില്ല, അന്ന് പ്രശ്നമില്ല. 7ാം ക്ലാസ് വരെ പഠിച്ചേ. ആ, അതിനുശേഷം പിന്നെ ഒന്നിനും പോയില്ല അല്ലേ? ഇല്ല, പിന്നെ പോയിട്ടില്ല. ആ. ഇത് അസ്മാബിൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ. നിങ്ങളെ പേരെന്താ? ശരീന. ആ. അസ്മാബി, പിന്നെ അസ്മാബിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 39 അല്ലേ? അതെ, ഇപ്പോൾ 39 വയസ്സാണ് ആയത്. അപ്പോൾ കല്യാണാലോചന നിങ്ങൾ നോക്കിയില്ലേനോ? നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിനനുസരിച്ച് കിട്ടിയില്ല ഇതുവരെ. ആ. നിങ്ങൾ പിന്നെ അവളെ പോലെ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെ ആണോ നോക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളെയാണോ? നമുക്ക് ഓട്ടനുസരിച്ചില്ല കിട്ടിയാൽ. ആ, അതെ. അവൾ ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, വീട്ടിലെ കാര്യങ്ങൾ ഓൾ തന്നെ എല്ലാം ചെയ്യും. കുക്കിംഗ് ഒക്കെ അറിയൂലേ? ആ, ഫോണിൽ ഈ മെസ്സേജ് അയക്കുന്ന അതൊക്കെ അറിയാമോ? ടൈപ്പ് ചെയ്യുന്ന? അത് ഫോണൊന്നും കൊടുക്കില്ല. ആ, എഴുതാനും വായിക്കാനും അറിയാമോ? കുറച്ചൊക്കെ എഴുതും. ആ, അപ്പോൾ നമുക്ക് മനസ്സിലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള എഴുതി വാങ്ങണമെങ്കിൽ എഴുതി കൊടുത്താൽ എഴുതി കൊടുക്കും. ആ, വീട്ടിലേക്ക് സാധനമൊക്കെ വേണം അവൾ എഴുതി കൊടുക്കും അല്ലേ? വേണ്ടി സാധനങ്ങളും. ആ, അതെ. അതല്ലാതെ എഴുതാൻ വായിക്കാൻ കുഴപ്പമില്ല അല്ലേ? അറിയാം അല്ലേ? അപ്പോൾ അതെ. അപ്പോൾ 7 വരെ പഠിച്ചുള്ളൂ എന്നുള്ളൊരു കാര്യമാണുള്ളൂ അല്ലേ? അതെ. അപ്പോൾ ഇക്ക ഓള് പിന്നെ വാഴക്കാടായിരുന്നു പഠിച്ചല്ലേ? വാഴക്കാട് നമ്മളെ കാരുണ്യ ഭവനല്ലേ, 7 വരെ അവിടെ പഠിച്ചു. പിന്നെ അവിടെ ബോർഡിങ്ങിലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഈ ആംഗ്യഭാഷ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ. പിന്നെ ഞങ്ങൾക്ക് ആംഗ്യഭാഷ അറിയാത്തതുകൊണ്ടേ ഞങ്ങളിങ്ങനെ നേരിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കും. അപ്പോൾ അവൾ ചുണ്ടുമ്മൽ നോക്കിയിട്ട് അവൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. ഞങ്ങളെന്ത് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും, അവൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ കാര്യങ്ങൾ. പക്ഷെ അവൾക്ക് അങ്ങനത്തെ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഓള് നല്ലതിൽ ആംഗ്യയിൽ അവരെ, അതായത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള അതായത് അവളെ ക്ലാസ് പഠിച്ച കുട്ടികളെ കാണുമ്പോഴൊക്കെ ഓല അതിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ എഴുതും കഴിയും കുറേ നല്ലതിലല്ലെങ്കിലും അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ എഴുതി തരും. കടയൊക്കെ പോകാനുള്ളതൊക്കെ എഴുതി തരും അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. അതെ. അപ്പോൾ നമുക്ക് രണ്ടായാലും കുഴപ്പമില്ല അല്ലേ? ഇല്ല, കുഴപ്പമില്ല. ആദ്യം ഞങ്ങൾ നോക്കിയിരുന്നത് എന്താ വെച്ചാൽ പിന്നെ അങ്ങനത്തെ ടീമിനെ നോക്കിയിരുന്നത്. അതിനാ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വയ്യാത്ത. പിന്നെ തുടക്കത്തിൽ എന്താ വെച്ചാൽ വൈകാൻ കാരണം പിന്നെ ഒരു 24-25 വയസ്സ് വരെ അവൾ സമ്മതിക്കില്ലേന് കല്യാണത്തിന്. അന്നേരം കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിന് ഭയങ്കര പിന്നെ ഒരു വെറുപ്പായി കല്യാണത്തിന്. പിന്നെ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ പ്രായം വരുമ്പോൾ നമുക്കൊരു പ്രയാസമാണല്ലോ ഒരു കല്യാണം ഇല്ലാതെ വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഇതിലേക്ക് ഇറങ്ങി. പിന്നെ 1-2 ഈ കല്യാണ സംഗമത്തിൽ പങ്കെടുത്തു. ഇതിലൊന്നും അവൾക്ക് മാച്ച് ആയതൊന്നും ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതെ. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? നമുക്കൊരു 45 വരെ പോവാം. നമുക്ക് 45 വരെ. മാക്സിമം ഒരു 45 വയസ്സ് വരെയുള്ളത് നോക്കാം. അപ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുന്ന ആളാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഇവരുടെ ഒരു ഭാഷകൾ പഠിച്ചിരിക്കണം കേട്ടോ. അതായത് ഒരു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഈ കല്യാണത്തിൻ്റെ ഇവരെ വിവാഹം ചെയ്യുമ്പോഴുള്ള ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നോർമലായിട്ടുള്ള ഒരാളാകുമ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു സൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറ്റും, അല്ലെങ്കിൽ എനിക്ക് അതിന് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവർ മാത്രമേ വരാവൂ. അസ്മാബീൻ്റെ സൗന്ദര്യം കണ്ട് വരുന്ന ആളെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതൊക്കെ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാവും, ഓലിക്കും വിഷമാവും. അപ്പോൾ അതിന് പറ്റുന്ന ആളായിരിക്കണം. ഇനിയിപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണ്. ജോലി ചെയ്തോളം നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അല്ലേ? അതെ, ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ദൂരം പ്രശ്നം ഉണ്ടോ? ദൂരമാണ് നമ്മളെ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരാളാകുമ്പോഴേ ഇപ്പം നമ്മൾ ഈ ഡിസ്ട്രിക്റ്റ് വിട്ടാണ്ട് ഇപ്പോൾ അടുത്ത ഡിസ്ട്രിക്റ്റിൽ കുഴപ്പമില്ല. അപ്പോൾ കോഴിക്കോട്, പാലക്കാട് അങ്ങനെ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയും പാലക്കാട് ജില്ലയും കുഴപ്പമില്ല അല്ലേ? വലിയ ദൂരെ ആകുമ്പോൾ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് മതി. നമ്മൾ അടുത്തുള്ള ഡിസ്ട്രിക്റ്റിലാകുമ്പോൾ കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ ആകുമ്പോഴേ ഇവിടെ എന്താ പറയുക നമുക്കൊന്നും അറിയില്ലല്ലോ. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അവളെ അവസ്ഥ എന്താ നമുക്ക് അറിയില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ദൂരം വേണ്ട. മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, പിന്നെ പാലക്കാട് ജില്ല, ഈ 3 ജില്ല മാത്രം മതി. 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതോ ആയ ആലോചന നമ്മൾ നോക്കുക. മരിച്ചത് നമുക്ക് കുഴപ്പമില്ല. മക്കളുള്ളത് മക്കളില്ലാത്ത ഡിവോഴ്സ് നമുക്ക് നോക്കാം അല്ലേ? ബാധ്യത ഇല്ലാത്ത 45 വയസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ആദ്യ വിവാഹം കിട്ടാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അസ്മാബിൻ്റെ ആദ്യ വിവാഹമാണ്. അപ്പോൾ ആദ്യ വിവാഹത്തിൻ്റെ ഇടയ്ക്ക് ഉള്ളത് കിട്ടിയാൽ അത്രയും സന്തോഷം. പിന്നെ അത് ശ്രദ്ധിക്കുക. പിന്നെ വേറെ ചെറിയ ബുദ്ധിമുട്ടുള്ള ആലോചന അങ്ങനെ എന്തെങ്കിലും നമ്മൾ നോക്കുന്നുണ്ടോ? അതങ്ങനെ നമുക്ക് മനസ്സിലായി. ശാരീരിക ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ചെറുതായിട്ടൊന്നും കുഴപ്പമില്ല. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലാണ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലോ. അതായത് ഇവിടെ പോറ്റാൻ കഴിവുള്ള ആളായാൽ മതി. അതായത് കുടുംബം കൊണ്ടുനടക്കാൻ കഴിവുള്ള ആൾക്കാരുമാണ്. അതെ 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 തീർച്ചയായിട്ടും. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷയമില്ല. അപ്പോൾ കുറച്ചൊക്കെ അവളെ അക്സെപ്റ്റ് ചെയ്യുന്ന, അവളെ മനസ്സിലാക്കുന്ന, ചെറിയ ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞാൽ കുറേ ദൂരത്തേക്കൊക്കെ ഇതുപോലെ ഒരു പിന്നെ ആലോചനയൊക്കെ വന്നിരുന്നു. നമ്മളെ ഇങ്ങനെ ഒരു അവസ്ഥയിലാവുമ്പോഴേ നമ്മളിതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടിയാവുമ്പോൾ അങ്ങനെ ഞങ്ങൾ അന്ന് വേണ്ടാന്ന് വെച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദൂരെ വല്ലാതെ വേണ്ടാന്ന് നോക്കുകയാണ്. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 9 മക്കൾ. 9 മക്കൾ. എത്ര? 6 പെണ്ണ് 3 ആണ്. 6 പെണ്ണും 3 ആണും അല്ലേ? ബാക്കി ചെറുത്. ബാക്കിയെല്ലാം വിവാഹം എല്ലാം കഴിഞ്ഞാണ്. അത് ശരി. എനിക്ക് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക. അപ്പോൾ നല്ലപോലെ അന്വേഷിക്കണം. വിളിക്കുന്ന എല്ലാവരും നല്ലപോലെ ആയിരിക്കൂല. നമ്മൾ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അവരെ പറ്റി അന്വേഷിച്ചിട്ടേ നിൽക്കാവും. പിന്നെ ചില ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സാണ് അതായതാന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. പല ഉടായ്പകളും പല പറ്റിപ്പുണ്ട്. ആർക്കും അവളെ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട, അവളോട് സംസാരിക്കണം, വീഡിയോ കോളിൽ വിളിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊന്നും നിൽക്കണ്ട. നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് കല്യാണത്തിൻ്റെ നോക്കുന്ന അവളെ കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനി നേരിട്ട് വന്ന് കാണാമെന്നല്ലാണ്ട് ഇനിയൊരു ഫോട്ടോ വീഡിയോൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നല്ല ആൾക്കാരാണെന്ന് നേരിട്ടിങ്ങ് വരിക ചെയ്യുക. ശ്രദ്ധിക്കുക. എന്തെങ്കിലും അങ്ങനെ പിന്നെ ആണുങ്ങൾ തന്നെ ഫോൺ ഡീൽ ചെയ്യുക. പേടിക്കാണ്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഓള് പിന്നെ ഫോണല്ല യൂസ് ചെയ്യില്ല. കാരണം ഫോൺ പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് ഫോണൊന്നും, അതുകൊണ്ട് ഞങ്ങൾ ഫോൺ കൊടുക്കലില്ല. ഫോണൊന്നും യൂസ് ചെയ്യലൊന്നുമില്ല. അപ്പോൾ നാളെ വരാം മറ്റന്നാൾ വരാം എന്നിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട്. ആണുങ്ങൾ തന്നെ ഫോൺ എടുത്താൽ മതി. ശ്രദ്ധിക്കുക. എല്ലായിടത്തും എൻ്റെ നമ്പറാണുള്ളത്. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ മാക്സിമം അന്വേഷിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് എന്തെങ്കിലും ആലമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ തന്നാൽ മതി. നമുക്ക് വേണ്ട വിധത്തിൽ സൈബർ സെല്ലുകളെല്ലാം കൊടുക്കുക. അതും പ്രശ്നമില്ല കേട്ടോ. അതെ, തുടക്കത്തിലെ ആ മടിയായിരുന്നു കല്യാണം ഉണ്ടാകുന്ന സമയത്തൊക്കെ. 2 കൊല്ലം മുന്നേ ഒരാൾ വന്നു കോഴിക്കോട് നിന്ന്. അയാൾ കുറെ പ്രാവശ്യം വിളിച്ചു. ഇവിടെ എന്തായാലും വേണ്ടാന്ന് പറഞ്ഞ പിന്നെ നമ്മളെന്താ ചെയ്യണത്? അന്ന് കുറച്ച് ഏജ് ഓവറായ ആളായിരുന്നു ആൾക്കേ. 50 വയസ്സ് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ അത് കണ്ടപ്പോൾ ഓൾക്ക് അതൊന്നും വേണ്ട. അവൾ ആദ്യ വിവാഹമല്ല. അപ്പോൾ ഓളെ ഓക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് കണ്ടെത്തി കൊടുക്കണം. അതല്ലേ നമ്മള് അല്ലേ? ഓക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഓക്ക് ഇഷ്ടമില്ലാത്ത ഓവർ വയസ്സു അതൊന്നും നോക്ക് വേണ്ട. ഇൻഷാ അല്ലാ ഓക്ക് 45-ൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരും അല്ലേ സ്മാബി? അതെ, എത്രയും പെട്ടെന്ന് നല്ലൊരാലോചന. വേറെ ഒരു പ്രയാസം ഉൾക്കില്ല. ഈ വിഷയങ്ങൾ പക്ഷേ എല്ലാ കാര്യത്തിനും സ്മാർട്ടാ. പണിയെടുക്കാനും എല്ലാത്തിനും സാറാണ്. തീർച്ചയായും എല്ലാ കാര്യത്തിനും മുന്നോട്ട് ഉണ്ടാവും. ഇൻഷാ അല്ലാ. കുക്കിംഗ് ഒക്കെ നല്ല ഇതില് ഒരു വീട്ടിലേക്ക് വേണ്ടി എല്ലാ പണി ഒറ്റക്ക് ചെയ്യും. ഇല്ലാത്തപ്പോ അമ്മനെ ചെയ്യുക. അപ്പൊ ഓളെ തന്നെ എല്ലാ പണി എടുക്കുക. വേറെ പോയി. അതെ, എല്ലാം ഓള് തന്നെ ചെയ്യും. ഓക്കെ, സംസാരിക്കണ്ടേ ചെറിയ രീതിയിലും കേൾക്കൂലോ അല്ലേ? 92% ഇല്ല. അതെ, ഇൻഷാ അല്ലാ. അപ്പോൾ അത്രയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇനി കൂടുതൽ അറിയേണ്ടവർ ഇതിൽ ഇക്കാൻ്റെ നമ്പർ കൊടുക്കുക, അതിൽ വിളിക്കുക. അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അസ്മാബിക്ക് നല്ലൊരു പാർട്ണർ വരട്ടെ. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അസ്മാബിൻ്റെ ഏട്ടത്തിയും ബ്രദറും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരിക. അപ്പോൾ ഒരുപാട് കാലമൊക്കെ കല്യാണാലോചന വേണ്ടാന്ന് പറഞ്ഞവൾ നിന്നുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത്. 39 വയസ്സാണ് ആയത്. നമുക്ക് മാക്സിമം ഒരു 45 വയസ്സ് വരെയൊക്കെ മതി. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള 55, 60 വയസ്സുള്ളവരൊന്നും ദയവ് ചെയ്തിൽ വിളിക്കരുത്. നമ്മൾ ഓരോരുത്തരും പോയിട്ട് വയസ്സ് പറയുന്നത് അവർക്ക് അങ്ങനെയുള്ളതാണ് താല്പര്യം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏജ് ഓവറുള്ളത് നമുക്ക് പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇതനുസരിച്ചുള്ള ഒരു ആലോചന തന്നെ അവർക്ക് വരട്ടെ. നല്ലൊരു ആലോചന വരട്ടെ. ആൾ സ്മാർട്ടാണ്. നമുക്ക് ബാക്കി ഇവിടുത്തെ കുക്കിങ്ങും കാര്യത്തിനും എല്ലാത്തിനും അവൾ ഓക്കെയാണ്. ഈ സംസാരിക്കാനും കേൾക്കാനുള്ള ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പൂർണ്ണമായിട്ട് വീഡിയോ കേട്ടിട്ട് മാത്രം വിളിക്കുക. കുറച്ചും കേട്ട് നിങ്ങൾ തിരക്ക് പിടിച്ചങ്ങ് വിളിക്കരുത്. ഇപ്പോൾ വീഡിയോയിൽ കണ്ട ഒരാളെ വിളിച്ചിട്ട് നിങ്ങളെ പേരെന്നതിനും ഇത് എവിടെയും സ്ഥലമോ എന്നതിനും ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആരോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. നിങ്ങളെ വീഡിയോ പോലും കാണാണ്ട് വേറെ നമ്പറിലേക്ക് അടിക്കരുത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഏതാന്ന് പഠിക്കുക, നമുക്കിത് പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കുക, അതിന് ശേഷം വിളിക്കുക. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടൊക്കെ ഇത് ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും ഈ നോമ്പിന് വരെ വന്ന് വീഡിയോ എടുത്തിട്ട് ഇത് ചെയ്യുന്നത്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കി വരും. അല്ലേ ഏതോ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ട് നമ്പർ അയച്ച് അന്ന് കണ്ട് വിളിക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് ബോധ്യപ്പെട്ട് മാത്രം വിളിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.